ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സി എ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് എടുത്ത് പറയുന്നുണ്ട്, അഥവാ ഈ കേസ് അന്വേഷണത്തിൽ അവനെങ്ങാനും മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ച് തെളിയിച്ച് കണ്ടെത്താണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവന്റെ നെഞ്ചുകൂട് കലക്കി അവനെ ജീവിക്കാനും മരിക്കാനും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ അടങ്ങുള്ളൂ. അല്ലാതെ ഈ കൊടും കുറ്റവാളിനെ ജയിലിലിട്ടിട്ട് തീറ്റി പോറ്റാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ അവനെ കണ്ടുപിടിക്കണേ അവന്റെ നെഞ്ചും കൂടി ഇട്ട് പരത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അത് കേട്ട് സ്റ്റെഫി പുച്ഛത്തോടെ വിചാരിക്കാണ്, എടോ എങ്കിലെ തന്റെ ആയുസ്സും അടുത്തുനിന്ന് താൻ കൂട്ടിക്കോടോ. എന്റെ ഗംഗ ജീവനോട് ഉണ്ടെങ്കിൽ താൻ അവന്റെ ദേഹത്ത് കൈവെക്കുമെങ്കിൽ പിന്നെ തനിക്ക് ആയുസില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് സ്റ്റെഫി കേട്ടോ. അതിനുശേഷം സ്റ്റെഫി നേരെ വീണ്ടും ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്ന് ഞാൻ ആ സിയെ കണ്ടിരുന്നു, അയാളുടെ ഒരു ജാടയും അഹങ്കാരവും. പക്ഷെ എത്രയൊക്കെ അഹങ്കാരം കാണിച്ചാലും ഗംഗയുടെ കേസ് അയാൾ നന്നായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ സ്റ്റെഫി നിനക്ക് അങ്ങനെ തോന്നുന്നത്? അത് വേറൊന്നല്ല, ഇതിനോടകം 3 പ്രാവശ്യം അയാൾ കിരണിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞു. പിന്നെ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വരെ അയാള് പകർത്തിയിട്ടുണ്ട്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? എടാ, ആ സിയെ പോകുന്ന വഴിയിലൊക്കെ ഞാനും പോകുന്നുണ്ട്. അയാള് കേസ് അന്വേഷണമൊക്കെ നന്നായിട്ട് നടത്തുന്നുണ്ടോന്ന് അറിയണ്ടേ? അഥവാ ഗംഗ ജീവനോടുണ്ടെന്ന് അയാൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാളെ ഇടിച്ച് പരത്തിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഗംഗേനെയും കൂട്ടിക്കൊണ്ട് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അതിനെ വേണ്ടിയാണ് അയാളുടെ പിന്നാലെ തന്നെ ഞാൻ കൂടിയേക്കണത്. എന്തായാലും എന്റെ മനസ്സ് പറയുന്നു, ഗംഗ മിക്കവാറും മരിച്ചിട്ടുണ്ടാവില്ല, അവൻ ജീവനോടെ എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ സ്റ്റെഫി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗുണ്ടകൾ പറയുന്നുണ്ട്, ജീവനോട് ഉണ്ടെങ്കിൽ അവര് നമ്മളെ വിളിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ, അവൻ എവിടെ ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കേണ്ടതാണല്ലോ, ഇതുവരെ വിളിച്ചിട്ടില്ല. അതാ എനിക്കൊരു സംശയം. എടാ മണ്ടന്മാരെ, വിളിക്കാത്തനെ കാരണം അവന്റെ അവസാന തടവായിട്ടായിരിക്കും അവൻ ഇനി വരാൻ പോണത്. എനിക്ക് ഉറപ്പാ എന്റെ ഗംഗ വരും, എനിക്ക് വേണ്ടി എന്റെ ഗംഗ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫി അങ്ങനെ നിൽക്കുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയാണ്. കല്യാണിയും കിരണും കൂടി TV-യിൽ വാർത്തകൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഗംഗയുടെ വാർത്തകൾ. അതൊക്കെ കാണുമ്പോൾ കല്യാണിക്ക് ആകെ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ കിരൺ പറയേണ്ടത്, കല്യാണി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ്? നീ ഇങ്ങനെ പേടിക്കണ എന്താണ്? അല്ല കിരണേട്ടാ, ഈ ഗംഗ കൊടും കുറ്റവാളിയാണ്, ഒരുപാട് പേര് കൊന്നിട്ടുണ്ട്, അവൻ കാരണം ഒരുപാട് പേരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട്. എന്നിട്ടും അവനെ കൊന്നതിന്റെ പേരിൽ കിരണേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ടെൻഷൻ പോലെ തോന്നുന്നു എന്ന് കല്യാണി പറയുമ്പോൾ കിരൺ പറയണ്ട്, കല്യാണി ആ CA പറഞ്ഞത് നീ കേട്ടില്ലേ? കൊടും കുറ്റവാളിയാണെങ്കിൽ പോലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് കൊലക്കുറ്റം തന്നെയാണ്. അല്ലെങ്കിൽ അന്ന് കൊന്ന സമയത്ത് തന്നെ ഞാൻ പോലീസിൽ വിവരം അറിയിക്കണമായിരുന്നു. കയ്യബദ്ധം കൊണ്ട് പറ്റിയതാണെന്നും കാർത്തികനെയും ദിലീപിനെ കൊല്ലാൻ നോക്കിയപ്പോഴേക്കും അവൻ ഇടിച്ചു പരത്തിയപ്പോ അവന്റെ തല തന്നെത്താനെ മുട്ടി മരിച്ചതാണെന്നും എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടായിരുന്നു. ആളുകളും ജനങ്ങളും നമ്മുടെ കൂടെ നിന്നാനെ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ ചെയ്തത്. അവനെ കൊന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിച്ചത്. അത് മാത്രല്ല, എന്റെ കൂടെ വേലുണ്ട്, രതീഷുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ പോലീസ് പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും വേലുവിന്റെ രതീഷിന്റെ പേര് ഞാൻ പറയില്ല, അവരെ ഞാൻ ചതിക്കില്ല. ഞാൻ തന്നെ അവനെ കൊന്നു, ഞാൻ തന്നെ കുഴിവെട്ടി, ഞാൻ തന്നെ കുഴിച്ചു മൂടി, അങ്ങനെ കേസ് ഞാൻ കൊണ്ടുപോകുള്ളൂ. അത് ഉറപ്പാണ്. നമ്മുടെ കൂടെ നിന്നവരെ, നമ്മളെ സഹായിച്ചവരെ നമ്മൾ ചതിക്കാറില്ലല്ലോ കല്യാണി. അത് ഈ കാര്യത്തിലും അങ്ങനെ തന്നെ മതി. രതീഷിനെ വേലുവിനെ ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്ന് കിരൺ പറയണം. മാത്രല്ല കല്യാണി, പത്രത്തിലും TV-യിലൊക്കെ അവനെ കൊന്നത് എന്റെ ന്യൂസ് വരുമ്പോഴേക്കും അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, കൊടും കുറ്റവാളി ഗംഗപ്രസാദിനെ കൊന്ന കിരൺ എന്നേ വരുള്ളൂ. ഒരിക്കലും എന്നെ കൊലയാളിന്ന് പറയത്തില്ല. കൊലയാളിന്ന് അവന്റെ പേരിന്റെ കൂടെ ചേർക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവുമ്പോഴാണ് എനിക്ക് പേടിയാവണത്. നീ ഇങ്ങനെ ടെൻഷൻ ആക്കിയിട്ട് ഉള്ള സത്യങ്ങളൊക്കെ ആ CA നിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കും. പോണിടത്തോളം ഇങ്ങനെ പോട്ടെ കല്യാണി, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ കേസ് അങ്ങും എത്താതെ അങ്ങനെ തന്നെ പോട്ടെ എന്ന്. പക്ഷെ നമ്മുടെ വായന്ന് വീഴുന്ന ഓരോരോ വാക്കുകളാണ് കേസിന്റെ പിന്തുടർച്ചയായിട്ട് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ CA-നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ആളൊരു സത്യസന്ധനാണ്. ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് തെളിയിക്കും. അതാണ് അയാളുടെ മിടുക്ക്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേഷനിലും പൂർത്തിയാക്കാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. പല ആളുകളും കൈക്കൂലിയായിട്ട് പോകുമ്പോഴും അയാൾ കൈക്കൂലിക്കാരെ പിടിച്ച് അകത്തിടാണ് പതിവ്. അതുകൊണ്ട് ആർക്കും അയാളെ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് ഒരു സ്റ്റേഷനിലും ഇരുന്നിട്ടില്ല അയാള്. കൂടി വന്ന 6-7 മാസം കഴിയുമ്പോ ചാർജ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് കുടുംബവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയണമൊന്നുമില്ല.
പിന്നെ അയാളെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അയാൾ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നൊക്കെ പറയാണ്. അപ്പൊ കല്യാണി പണ്ട് എന്നാലും കിരണേട്ടാ എനിക്ക് എന്തോ പോലത്തെ പേടി പോലെ തോന്നുവാണ്, നീ ഇങ്ങനെ പേടിക്കാതിരിക്കെ, ഞാനില്ല നിന്റെ കൂടെ, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, അച്ഛൻ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ പിന്നെ നേരെ പോണത് ചന്ദ്രസേന്റെ അടുത്തേക്കാട്ടോ. ചന്ദ്രസേനും കിരണും കൂടി പുറത്തു വെച്ചിട്ടാണ് കണ്ട് സംസാരിക്കണത്. ചന്ദ്രസേനും പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ വരണ്ടാന്ന് നിന്നോട് പറയാൻ കാരണം നമ്മൾ സംസാരിക്കണതൊന്നും രൂപയോ അല്ലെങ്കിൽ ഷാരിയോ ഒന്നും കേൾക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതെനിക്ക് മനസ്സിലായച്ച. എടാ ഗംഗപ്രസാദിന്റെ കേസ് പുതിയൊരു CA അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, അത് അച്ഛനെ ടെൻഷൻ ആവേണ്ട വെച്ച് പറയാതിരുന്നാണ്. ആള് 2 പ്രാവശ്യം ഇപ്പൊ വീട്ടിൽ വന്നിരുന്നു. എന്തിന്? കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അയാൾക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടച്ചാ, ഗംഗപ്രസാദ് മരിച്ചു എന്ന്, അയാളെ കൊലപ്പെടുത്തതെന്നൊക്കെ നല്ല സംശയം അയാൾക്കുണ്ട്. മോനെ ഇനിയിപ്പോ ഇതിന്റെ കേസിന് പിന്നാലേക്ക് ആയി പോവോ? മിക്കവാറും ആയി പോവാൻ ചാൻസ് ഉണ്ടച്ചാ. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല, അവനെ കൊന്നത് കൊണ്ട് എത്രയോ പേരാ ഇപ്പൊ സമാധാനത്തോടെ കിടന്നുറങ്ങണത്. അവനെ കൊന്നാലും ഒരു കുഴപ്പമില്ല അച്ഛാ, കാരണം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. മോനെ ഈ അച്ഛൻ ജീവനുള്ളപ്പോ നീ ജയിലിലേക്ക് പോകേണ്ടി വരില്ലടാ എന്ന് ചന്ദ്രസേന പറയുമ്പോ കിരൺ പറയണ്ട, അച്ഛാ അങ്ങനെ ജയിലിൽ പോകേണ്ടി വന്നാലും കോടതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ജയിലിൽ കൊണ്ടാക്കുക. കോടതിയിൽ എനിക്ക് വേണ്ടി വാദിക്കാനായിട്ട് നല്ല ഉഗ്രം വക്കീലന്മാര് നമ്മുടെ കൂടെ തന്നെ ഇല്ലേ അച്ഛാ? അല്ല നീ ആരുടെ കാര്യമാണ് പറയണത്? അച്ഛാ വേറെ ആരുമല്ല, നമ്മുടെ മൂർത്തി മുത്തച്ഛനെയും ആദർശിനെയൊക്കെ കേസിലും പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടന്നപ്പോ സഹായിച്ച നവീന അച്ഛന് ഓർമ്മയില്ലേ? ആ ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയ വക്കീല് അല്ലെ? അതെ അതെ, ആ ചെറുപ്പക്കാരൻ തന്നെ. ആളൊരു സ്മാർട്ടാണ്, കണ്ടാ ഭയങ്കര ചെറുപ്പമാണെന്ന് തോന്നുന്നെങ്കിലും പ്രൊഫഷണലി അയാൾ ഭയങ്കര ക്വാളിഫൈഡ് ആണ്, നല്ലതായിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അയാൾ എന്നെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അച്ഛാ. അത് മാത്രല്ല നമ്മുടെ കുടുംബത്തിൽ വേറെയും വക്കീലന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ അവർ രക്ഷിച്ചോളും. അതുകൊണ്ടൊന്നും അച്ഛൻ പേടിക്കേണ്ട. സത്യം പറഞ്ഞാൽ എന്റെ ടെൻഷൻ വേറൊന്നുമല്ല, എനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷെ അച്ഛനും അതുപോലെ തന്നെ കല്യാണിയുടെ ഞാനിപ്പോ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ മോൻ കല്യാണിയുടെ സത്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചാ പറയാതിരിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സത്യങ്ങളൊക്കെ കല്യാണിയുടെ പറഞ്ഞു. ഇപ്പൊ അവൾക്കാണെങ്കിലേ ഭയങ്കര ടെൻഷനാണ്. ആ CA വന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചാൽ അവളുടെ മുഖം അപ്പം മാറും. അവളുടെ മുഖം മാറ്റത്തിൽ തന്നെ CA പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, കല്യാണിക്ക് എന്താ വല്ലാതെ ടെൻഷൻ, കല്യാണി എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ പലവട്ടം അയാൾ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു കല്യാണിക്ക് പോലീസുകാരിനെ പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പക്ഷെ CAക്ക് നല്ല സംശയമുണ്ട് എന്റെ കാര്യത്തിൽ. ആ സ്റ്റെഫി പരാതിയിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെയാണ് സംശയമെന്ന്. അതുകൊണ്ട് തന്നെ ആ CA എനിക്കെതിരെ എന്റെ കൂടെയാണ് കേസ് അന്വേഷണത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ പുറകെ തന്നെയാണ് നടക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും കേസ് വന്ന് എത്തുമല്ലോ, അപ്പൊ നമുക്ക് അവിടെ വെച്ച് നോക്കാമെന്ന് കിരൺ ചന്ദ്രസേനോട് പറയാണ്. ചന്ദ്രസേനും വല്ലാതെ ടെൻഷൻ ആവാട്ടെ ഈശ്വര. ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മോൻ ജയിലിൽ കിടക്കുന്ന കാഴ്ച, പത്രത്തിലും ടിവിയിലൊക്കെ ഇവന്റെ ഫോട്ടോ വരുന്ന കാഴ്ച, അത് ആലോചിക്കാനേ വയ്യെന്ന് ചന്ദ്രസേനൻ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിരൺ മിക്കവാറും കോടതി പോവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. നവീൻ മാത്രമല്ല, വേദയൊക്കെ ഉണ്ടല്ലോ വക്കീലന്മാരായിട്ട്. നമ്മുടെ ഈ കുടുംബത്തിൽ തന്നെയുള്ള, അതായത് നമ്മുടെ ഈ ഏഷ്യന്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് സീരിയൽ ഒരുപാട് വക്കീലന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു വക്കീലായിരിക്കും മിക്കവാറും കിരണിന്റെ കേസ് വാദിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഏത് വക്കീല് വരണമെന്നാണ് ആഗ്രഹം? എനിക്ക് ആഗ്രഹം നവീൻ, കുഴപ്പമില്ല, നവീൻ വരാണെങ്കിലും ഓക്കെ. വേദ വന്നാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു അല്ലേ സീരിയല്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.